ഹലോ. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാലോ ചട്ടിയോളം എന്നാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗോവിന്ദചാമിയുടെ അവസ്ഥ. എത്ര മാസത്തെ പ്ലാൻ ആയിരുന്നു, അവസാനം എന്താ ചാമി ചാടിക്കഴിഞ്ഞപ്പോ കിണറ്റിലായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ആരെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്? ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഗോവിന്ദചാമിയെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എത്ര മാസത്തെ പ്ലാൻ എടുത്ത് ഡയറ്റ് എടുത്തു. അപ്പൊ ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഞാനൊക്കെ പൊട്ടനാ. എന്തായാലും ഗോവിന്ദചാമി പിടിയിലായി. അതായത് ഒരു കിണറ്റിൽ വീണതാണോ ഇല്ല അല്ലെങ്കിൽ തള്ളിയിട്ടാണോ നമുക്കൊന്നും അറിയത്തില്ല. എന്താണെങ്കിൽ നമുക്ക് ആ ഒരു ഉയർന്നു വരുന്ന കാഴ്ച ഒന്ന് കാണാം. ഈ അവസരത്തിൽ ഈ പാട്ടൊന്നും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിൽ ഇതിനേക്കാളും മികച്ചൊരു പാട്ടും ഈ ടോണും എനിക്ക് വേറെ കണ്ടെത്താനാവില്ല. ഉയർന്നു വന്നപ്പോൾ ഒരൊറ്റ അടി കഥ കുത്തിക്കിട്ട് ഹാ. ഒറ്റ കൈയനായ ഈ ഒരാൾക്ക് സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഇത്രയും ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുമോ എന്ന് അന്നത്തെ ഒരു നീതിപീഠം ചോദിച്ചിരുന്നു. ആ നീതിപീഠം ഇന്നത്തെ ആ ഒറ്റ കയ്യിലെ സാഹസികത കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ നീതിപീഠത്തിന്റെ കണ്ടെത്തലുകൾ ഒറ്റ കൈയനായ ഒരാൾക്ക് വെറും നിസ്സഹായാവസ്ഥയാണ് അയാൾക്ക് കൊടുത്തത്. ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ കഴിയില്ല, അയാൾക്ക് ലൈംഗികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ വാദം. അതുകൊണ്ട് തന്നെ സൗമ്യയുടെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് വധശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ജീവപര്യന്തമാക്കി അത് വെട്ടി കുറച്ചു കൊടുത്തു. എന്നിട്ട് ഇന്ന് ജയിലിൽ ചാടിയിട്ട് അയാൾ തന്നെ പറയണതാ, ഏറിയാൽ എന്താ ഞാൻ ഇവിടെ കുറെ നാൾ കിടക്കേണ്ടി വരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത്രയും കൊല്ലം ജയശിക്ഷ അനുഭവിച്ച ആൾക്ക് ഒരു കുറ്റബോധവും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലാന്ന്. വെറുതെ തീറ്റി പോലത്തെയാന്ന് മാത്രമേ ഉള്ളൂ. പണ്ടേക്ക് പണ്ട് ഇങ്ങനെയൊക്കെ പല്ലവും കാണിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 2011 സൗമ്യ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ സൗമ്യയെ ട്രെയിനിൽ തള്ളിയിട്ട് പീഡനത്തിനിരയാക്കി. അതേ തുടർന്ന് അവൾ മരണമടയുകയാണ് ചെയ്തത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അന്ന് അയാളുടെ ശരീരപ്രകൃതിയും ഇന്ന് അയാളുടെ ശരീരപ്രകൃതിയും തമ്മിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ പ്രോപ്പർ പ്ലാനിങ്ങിലായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ഫുഡ്, അതായത് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് അരിയാഹാരം കംപ്ലീറ്റ്ലി അയാൾ ഒഴിവാക്കി. അതിന് കൂട്ടുപിടിക്കാൻ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. ഡോക്ടറിനെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതേ തുടർന്ന് അയാൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് ചൂസ് ചെയ്തു. ചപ്പാത്തി മാത്രമേ അയാൾ 3 നേരം കഴിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളിപ്പോ 6 പാക്ക് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ജൂലൈ 25, അതായത് ഇന്ന് 1:15 വെളുപ്പിന് 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് പറയുന്നത്. ഈ 1:15 ജയിലിലെ യൂണിഫോം അല്ലാതെ അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഒരു പാന്റും ഷർട്ടും ആയിരുന്നു. ഈ 1:15 അയാൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കാൻ എന്താ കടകൾ തുറന്നിരിക്കുമായിരുന്നു. അതും പാന്റും ഷർട്ടും തന്നെ വാങ്ങിക്കാൻ കട തുറന്നിരിക്കുമായിരുന്നു. ഇനി അടുത്ത വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെച്ചിട്ട് ആ ഇരുമ്പ് കമ്പി തുരുമ്പിപ്പിക്കാനുള്ള രീതി അയാൾ എടുത്തു എന്നാണ് പറയുന്നത്. അതേപോലെ അറുക്കാനുള്ള വാള്, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഉള്ളിൽ നിന്ന് തന്നെ ഒരു സഹായം ഇല്ലാതെ അയാൾക്ക് എന്താണെങ്കിലും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. 2 കൈയും 2 കാലുള്ള മനുഷ്യനാണെങ്കിൽ പോട്ടെ, ഇതങ്ങനെയല്ല, 1.5 കൈ ആണല്ലോ. അതാണല്ലോ തുടക്കം പോലെ അയാളൊരു ഐഡന്റിറ്റി ആയിട്ട് എല്ലാവരും കാണിക്കുന്നത്. അത് എന്ത് ചെയ്താലും അതില് വധശിക്ഷ വിധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അയാൾക്ക് പണ്ടേ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു നെഹളിപ്പ് ആണ് അയാൾ ഇപ്പോൾ ജയിൽ ചാടിയപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിലാണെങ്കിലും കാണിച്ചത്. ഒരു അശ്ലീഷ കാട്ടായൊക്കെ കാണിച്ചു എന്നൊക്കെ ന്യൂസ് ചാനൽ നിങ്ങൾ കണ്ടുവല്ലോ. ഗോവിന്ദചാമി ജയിൽ ചാടി. ഇനി അതിന്റെ ആഫ്റ്റർ എഫക്ട് 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ആയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാണോ എന്ന് സംശയത്തിന്റെ നിഴലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും അകത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു മനുഷ്യന്, അതും അയാളെക്കാൾ പൊക്കത്തിലുള്ള മതിൽ ചാടാനും അതേപോലെ CCTV ഒന്നിനും പെടുന്നില്ല എന്നുള്ള രീതിയൊക്കെ നമുക്ക്, അതായത് കഞ്ഞി കുടിക്കുന്ന എല്ലാവർക്കും ഇരുത്തി ചിന്തിച്ചാലും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മാറ്റേണ്ടത് നമ്മുടെ നിയമങ്ങളാണോ അതോ നിയമത്തിന്റെ ശിക്ഷകളാണോ എന്നാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. ഏത് ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് വാർത്ത ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൊല്ലൽ, കൊലപാതകം, തല്ലിക്കൊല്ലൽ, ഇതൊക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ശിക്ഷ കുറച്ചുകൂടി കടുപ്പമായ ചിലപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുറെ നാളുകൾ കൊണ്ട്, അതായത് കുറെ മാസങ്ങൾ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് തയ്യാറെടുത്ത പ്ലാൻ നിമിഷ നേരം കൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വീണ് ചളമായിപ്പോയി. അപ്പോൾ എനിക്ക് ഗോവിന്ദചാമിയോട് പറയാനുള്ളത്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ബൈ ബൈ ഗോവിന്ദചാമി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.